ന്യൂസ് 16 കേരള. റഫേൽ കരയാക്രമണത്തിനൊരുങ്ങി ഇസ്രായേൽ സേന, അനുമതി നൽകിയിട്ടില്ലെന്ന് അമേരിക്ക. തെക്കൻ ഗസയിലെ റഫേൽ ആക്രമണത്തിനൊരുങ്ങിയെന്നും ഇനി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അനുമതി മാത്രം മതിയെന്നും ഇസ്രായേൽ സേന. ആയിരക്കണക്കിന് സൈനികരാണ് റഫക്ക് നേരെയുള്ള ആ കരയാക്രമണത്തിന് ഇസ്രായേൽ സജ്ജമാക്കി നിർത്തിയിരിക്കുന്നത്. 12 ലക്ഷത്തോളം പേർ തിങ്ങി താമസിക്കുന്ന റഫക്ക് നേരെയുള്ള ആക്രമണം ആയിരങ്ങളുടെ കൂട്ടക്കുരുതിയാകും വഴിയൊരുക്കുക. എന്നാൽ ഒഴിപ്പിക്കലും ആക്രമണവും ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സൈന്യം വ്യക്തമാക്കി. റഫ ആക്രമണത്തിന് അനുമതി നൽകിയെന്ന വാർത്ത അമേരിക്ക തള്ളി. സിവിലിയൻ സുരക്ഷ ഉറപ്പാക്കാതെ റഫ ആക്രമണം പാടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും പെൻഡഗൺ അറിയിച്ചു. ഈജിപ്ത് ഉൾപ്പെടെയുള്ള മേഖലയുടെ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാകും റഫ ആക്രമണമെന്ന് ഫലസ്തീൻ സംഘടനകളും മുന്നറിയിപ്പ് നൽകി. ഇസ്രയേലിനുള്ള പുതിയ സൈനിക സഹായം അടുത്ത മണിക്കൂറുകളിൽ തന്നെ കപ്പൽ മാർഗം അയക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ US കോൺഗ്രസ് പാസാക്കിയ പാക്കേജിൽ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് തുടർ നടപടി. വിവിധ അമേരിക്കൻ സർവകലാശാലകൾ തുടരുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യവും യുദ്ധവിരുദ്ധ പ്രക്ഷോഭവും അമർച്ച ചെയ്യാൻ കടുത്ത നടപടികൾ സ്വീകരിച്ച് ഭരണകൂടം. സെമിറ്റ് വിരുദ്ധ പ്രക്ഷോഭം എന്ന ലേബൽ ചാർത്തിയാണ് വിദ്യാർത്ഥികൾക്കെതിരെ നടപടി തുടരുന്നത്. ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ 10 വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. ഹാർവാർഡ് സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധ ക്യാമ്പ് തുറന്നു. ഇസ്രായേൽ വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ സുരക്ഷയില്ലാത്ത സാഹചര്യം പൊറുപ്പിക്കാനാവില്ലെന്ന് US പ്രതിനിധി സഭാ സ്പീക്കർ പറഞ്ഞു. ഹമാസ് അനുകൂല പ്രക്ഷോഭം അമർച്ച ചെയ്യണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആവശ്യപ്പെട്ടു. ഗസയിലെ നാസിർ അൽ ഷിഫ ആശുപത്രികൾ കണ്ടെത്തിയ കുഴിമാടത്തിൽ സ്വതന്ത്രാന്വേഷണം വേണമെന്ന് യൂറോപ്യൻ യൂണിയനും ആംനസ്റ്റി ഇന്റർനാഷണൽ വ്യക്തമാക്കി. ഗസ ഭക്ഷ്യക്ഷാമത്തിന്റെ പടിവാതിൽക്കലാണെന്ന് UN ഏജൻസികൾ അറിയിച്ചു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൌസിയുടെ പാകിസ്ഥാൻ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. ഇസ്രായേൽ അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന് യമനിലെ ഹൂതികൾ അറിയിച്ചു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.